ഹലോ കൂട്ടുകാരെ, സ്വപ്നക്കൂട് 123ലേക്ക് എല്ലാവർക്കും സ്വാഗതം. മുട്ട കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ അല്ലേ, ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആണ്. അതന്നെ, മാറ്റമൊന്നുമില്ല കേട്ടോ. നമ്മുടെ ഒരു ചെറിയ വൈകുന്നേരം ഈ മുട്ട പുഴുങ്ങുമ്പോഴേ അതിനകത്ത് എണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ മുട്ട പൊട്ടത്തില്ല കേട്ടോ. അതെനിക്കൊരു പുതിയ അറിവായിരുന്നു. ഞാൻ അതിൻ്റെ അകത്ത് ഉപ്പും ഉള്ളിത്തോടും ഒക്കെ ഇട്ട് നോക്കിയിട്ടുണ്ട്, പക്ഷേ രക്ഷയില്ല, പൊട്ടുമായിരുന്നു. എണ്ണ ഒഴിക്കാൻ തന്നതിന് ശേഷം ഒരു കുഴപ്പമില്ല കേട്ടോ. അപ്പം നമ്മുടെ മുട്ട ഇവിടെ പുഴുങ്ങി രണ്ടായിട്ട് മുറിച്ച് റെഡി ആയിട്ടിരിപ്പുണ്ട്. എന്നാൽ പിന്നെ കൂടെ ഇച്ചിരി ചായയും കൂടി ആവാം. പുറത്ത് നല്ല അടിപൊളി മഴ തകർത്ത് പെയ്യുന്നുണ്ട്. നല്ല ആവി പറക്കുന്ന ചൂട് ചായയും നല്ല മുട്ട ബജിയും, നല്ല കോമ്പിനേഷൻ അല്ലേ. ആർക്കും ആസ്വദിക്കാൻ ഇഷ്ടമില്ലാത്ത. അപ്പം നമുക്ക് ആസ്വദിച്ചേക്കാന്നേ. അപ്പം നമ്മുടെ ചായ ഇവിടെ തിളക്കട്ടെ. അപ്പം നമുക്ക് മുട്ട ബജി ഉണ്ടാക്കാനുള്ള ബാറ്റർ റെഡിയാക്കിയാലോ. ബാറ്ററിലേക്ക് 1 കപ്പ് കടലമാവ്, പിന്നെ നമുക്ക് ആവശ്യം അരിപ്പൊടിയാണ്. ഞാനിവിടെ പുട്ടുപൊടിയാണ് ഇട്ടേക്കുന്നത്. ലേശം മഞ്ഞൾപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി, പിന്നെ കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ ഇട്ടേക്കുന്നത് 1 സ്പൂണ്. ഉപ്പ് മറക്കല്ലട്ടാ. അതെല്ലാം ഒന്ന് മിക്സ് ചെയ്യുക. കായപ്പൊടി ഇഷ്ടമുള്ളവർക്ക് ഇടാം കേട്ടോ. നമ്മൾ കായത്തിൻ്റെ ടേസ്റ്റ് അത്ര ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഇട്ടിട്ടില്ല. അപ്പോൾ 1 സ്പൂൺ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക. പിന്നെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുറിയ പരുവത്തിൽ ആക്കിയെടുക്കണം. ഒത്തിരി നീണ്ടുപോയാൽ മുട്ടയും മാവും തമ്മിൽ വേറെ ഇരിക്കും. അപ്പം നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമ്മളൊക്കെ എണ്ണ ഒഴിച്ചേക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചേക്കുന്നത്. വെളിച്ചെണ്ണയ്ക്ക് ഇപ്പോൾ എന്താ വിലയല്ലേ. അപ്പം എണ്ണ ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ബാറ്ററിലേക്ക് ഓരോരോ പീസ് മുട്ട മുക്കി ഇടാം. അപ്പം നമ്മുടെ ചായ തിളച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ലേശം പാലൊഴിച്ചേക്കാം. അതവിടെ ബാക്കിയിരുന്ന് തിളക്കട്ടെ. അപ്പം നമുക്ക് മുട്ട ബജി നോക്കിയാലോ. ഓരോ പീസ് മുട്ട എടുത്ത് ബാറ്ററിൽ മുക്കി ചൂടായ എണ്ണയിലേക്ക് അങ്ങിടുക. ഇതൊക്കെ അറിയാത്ത മനുഷ്യന്മാരുണ്ടോ അല്ലേ. എല്ലാവർക്കും അറിയാമെന്ന് എനിക്കും അറിയാം, എന്നാലും ഇരിക്കട്ടെന്ന് നമ്മുടെ വക ഒരു കോൺട്രിബ്യൂഷൻ. അപ്പം നമുക്ക് ഓരോരോ മുട്ടകളായിട്ട് എല്ലാ മുട്ടയും പൊരിച്ചെടുക്കാം കേട്ടോ. ഞാനിവിടെ തലെണ്ണം എണ്ണി എല്ലാവർക്കും ഓരോ മുട്ട വെച്ച് ഇട്ടേക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരു മുട്ടയ്ക്ക് 2 ബജി കിട്ടുമല്ലോ. അങ്ങനെ ഓരോ എല്ലാ മുട്ട ബജിയും നമ്മൾ ഉണ്ടാക്കിയെടുത്തു. ഇനി നമുക്ക് കഴിക്കാൻ നമ്മുടെ മക്കൾസ് റെഡിയാണ്. ഇതിലൊരു ടെസ്റ്റ് ഉണ്ട്. മൂത്താളിനോട് പറഞ്ഞതെന്നറിയാമോ, മുട്ട ബജിയാന്ന് പറഞ്ഞപ്പോൾ എനിക്ക് മുട്ട ബജി വേണ്ട, എനിക്ക് എൻ്റെ മാവ് ഒരിച്ച് തന്നാൽ മതി, എനിക്കിഷ്ടമല്ല മുട്ട ബജിന്ന്. മുട്ട ബജിയും കഴിക്കുന്ന ഇഷ്ടമല്ല അത്രേ. എന്നാലും അവർ അടിപൊളിയാന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മുടെ മക്കൾ അടിപൊളിയാന്ന് പറയുന്നതല്ലേ നമ്മുടെ സന്തോഷം. അപ്പോൾ അവരെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പം ഞങ്ങളുടെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം.